ഒരു ചിത്രത്തിന്റെ ഏത് ഭാഗമാണോ പേസ്റ്റ് കോപ്പി എടുത്തിരിക്കുന്നത് ആ ഭാഗത്തിന്റെ പൊസിഷനാണ് നമ്മൾ പേസ്റ്റ് ചെയ്യപ്പെടുന്നത്. മറ്റൊരു ചിത്രത്തിൽ പേസ്റ്റ് ചെയ്യുമ്പോഴും അതിന്റെ ആ പൊസിഷനിങ് ആണ് നമ്മൾ പേസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഉദാഹരണമായിട്ട് ഈ ചിത്രത്തിന്റെ ഈ ഒരു മൂലയിലെ ഒരു ഭാഗം സെലക്ട് ചെയ്തു, ശേഷം അതിന്റെ കോപ്പി എടുത്തു. ഇനി അത് ഈ വേറൊരു ചിത്രത്തിന്റെ ഇവിടെ ഈ ചിത്രത്തിന്റെ ഇതിൽ പേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോ പേസ്റ്റ് ചെയ്യുമ്പോൾ ആ പേസ്റ്റിംഗ് വന്നിരിക്കുന്നത് ഒരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെന്ററിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ വരുന്നത് നോർമൽ പേസ്റ്റിംഗ് ആണ് ഇങ്ങനെ വരുന്നത്. എന്നാൽ എഡിറ്റ് മെനുവിൽ നിന്നും പേസ്റ്റ് സ്പെഷ്യൽ കൊടുത്ത് പേസ്റ്റ് ഇൻ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള സംഗതി കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ ചിത്രത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണോ കോപ്പി എടുത്തത് ആ ഭാഗത്ത് ഏതാണ്ട് ബേസ് ചെയ്തുകൊണ്ട് എന്താ പറയുക ഡെസ്റ്റിനേഷൻ ചിത്രത്തിലും പേസ്റ്റിംഗ് നടക്കുന്നതാണ്. മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഇവിടെ ഈ ഭാഗം ഒരു പേസ്റ്റ് ചെയ്തു, അതായത് നമ്മൾ ഇവിടെ ഈ ഒരു ചെറിയ ഭാഗം സെലക്ട് ചെയ്തതിനു ശേഷം അതിന്റെ കോപ്പി എടുത്തു ഇവിടെ വന്നുകൊണ്ട് ഇവിടെ ചിത്രത്തിൽ വന്നുകൊണ്ട് പേസ്റ്റിംഗ് നിർവഹിക്കുകയാണ്. സാധാരണ പേസ്റ്റിങ്ങിന് സെൻട്രലൈസ്ഡ് ആണ് വരുന്നത്. എന്നാൽ പേസ്റ്റ് സ്പെഷ്യലിലെ പേസ്റ്റ് ഇൻ പ്ലേസ് വരുമ്പോൾ അത് വരുന്നത് മാറി ലൊക്കേറ്റ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോ ചിത്രത്തിന്റെ ലൊക്കേഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പേസ്റ്റിംഗ് ആണ് നമുക്കിവിടെ പേസ്റ്റ് ഇൻ പ്ലേസ് എന്ന ഈ സംവിധാനം കൊണ്ട് സാധ്യമാകുന്നത്. അടുത്തത് പേസ്റ്റ് ഇൻടു എന്നുള്ളത് എന്താണെന്ന് നോക്കാം. മറ്റൊരു സെലക്ഷൻ ചെയ്യാണ്. ഇവിടെ ഉദാഹരണമായിട്ട് ഇവിടെ നമ്മൾ ഒരു ചിത്രഭാഗം സെലക്ട് ചെയ്തു, ഇതുപോലെ ഒരു ചിത്രഭാഗം സെലക്ട് ചെയ്തു, ശേഷം കോപ്പി എടുത്തു. ഇനി ഇത് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ പേസ്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു സെലക്ഷൻ നിലവിലുണ്ടെന്ന് കരുതുക. ഇവിടെ ഇങ്ങനെ ഒരു സെലക്ഷൻ നിലവിലുണ്ടെന്ന് കരുതുക. ഇങ്ങനെ ഒരു സെലക്ഷൻ നിലവിലുണ്ടെങ്കിലാണ് പേസ്റ്റ് ഇൻടു എന്ന സംഗതി യഥാർത്ഥത്തിൽ സാധ്യമാകുന്നത്. അപ്പോ ഒരു സെലക്ഷനകത്തേക്ക് പേസ്റ്റിംഗ് നടത്തുന്നു എന്നുള്ളതാണ് അതിന്റെ രീതി. ഇങ്ങനെ പേസ്റ്റിംഗ് ഒരു സെലക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് പേസ്റ്റ് ഇൻടു എന്നത് അല്ലെങ്കിൽ പേസ്റ്റ് ഔട്ട്സൈഡ് എന്നുള്ളതും ഓൺ ആവുന്നത്. അല്ലെങ്കിൽ ഇത് ഓൺ ആവുന്നതല്ല. ഒരു സെലക്ഷൻ ഉണ്ടെങ്കിലാണ് ഈ പേസ്റ്റ് ഇൻടു എന്നുള്ളത് നമുക്ക് ആക്റ്റീവായിട്ട് ലഭിക്കുന്നുണ്ടാവുക. ഇപ്പൊ ഇവിടെ പേസ്റ്റ് ഇൻടു കൊടുത്തപ്പോൾ ആ പേസ്റ്റിംഗ് നടന്നിരിക്കുന്നത് ഏതാ പറയാ ഒരു പുതിയ ലെയറിലാണ്. എന്നാൽ ഒരു മാസ്ക് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ മാസ്ക് ബേസ് ചെയ്തുകൊണ്ട് ആ മാസ്കിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും നമ്മുടെ ഈ പേസ്റ്റിംഗ് നടന്നിട്ടുണ്ടാവുക. നമുക്ക് ഈ ചിത്രത്തിന്റെ പേസ്റ്റിംഗ് മൊത്തമായി നടന്നിട്ടുണ്ടെങ്കിൽ കൂടി ഒരു പ്രത്യേക ആ സെലക്ഷനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു മാസ്കിംഗ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ആ മാസ്കിനുള്ളിലൂടെ ചിത്രത്തെ യഥാവിധം മൂവ് ചെയ്യാൻ പറ്റുന്ന നിരക്ക് നമുക്ക് ഇങ്ങനെ കണ്ടോ. ഇപ്പോ എല്ലാ സെലക്ഷനകത്ത് ചിത്രം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. അപ്പോ അതാണ് പേസ്റ്റ് ഇൻടു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മാസ്കിംഗ് സംവിധാനത്തിലൂടെയാണ് പേസ്റ്റ് ചെയ്യപ്പെടുന്നത്. മാസ്ക് എന്താണെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നും വിശദമായിട്ട് മറ്റു ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഈ പേസ്റ്റ് ഇൻടു എന്ന് പറയുന്നത് ഒരു സെലക്ഷനകത്ത് പേസ്റ്റ് ചെയ്യപ്പെടുന്ന സംവിധാനമാണ്. ഇങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ഉദാഹരണം ശ്രദ്ധിക്കാം. അതായത് പേസ്റ്റ് ഇൻടു എന്ന അതിന്റെ മറ്റൊരു ഉദാഹരണം ശ്രദ്ധിക്കാം. നമുക്കിവിടെ രണ്ട് ചിത്രങ്ങളാണ് ഉള്ളത്. ഒരു ചിത്രം ഇതാണ്, മറ്റൊരു ചിത്രം ഈ കാണുന്ന ചിത്രമാണ്. ഈ ചിത്രത്തിന്റെ ആകാശം മാറ്റി ഈ ചിത്രത്തിന്റെ ആകാശം അതിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഒന്നുകിൽ ഈ ചിത്രം മൊത്തമായിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ഓൾ എന്നുള്ള കമാൻഡ് കൊടുക്കാം, Ctrl+A. അപ്പോ ഈ മൊത്തം ചിത്രം സെലക്ട് ചെയ്തു. കോപ്പി എടുക്കാനായിട്ട് F3 പ്രസ് ചെയ്തു. ശേഷം ഈ ചിത്രത്തിലേക്ക് വന്നു. ഇവിടെ ഈ ചിത്രത്തിലേക്ക് വന്നു. ഇതിനുശേഷം ഇതിന്റെ ആകാശഭാഗം സെലക്ട് ചെയ്യുകയാണ്. ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ക്വിക്ക് സെലക്ഷൻ ടൂൾ ആണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ ഒരു ഡ്രാഗ് ചെയ്തതിനു ശേഷം ക്വിക്ക് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്തു. അതിനുശേഷം എഡിറ്റ് മെനുവിൽ നിന്നും പേസ്റ്റ് സ്പെഷ്യലിലൂടെ പേസ്റ്റ് ഇൻടു കൊടുത്തു. അപ്പൊ ആ ചിത്രത്തിന്റെ ആകാശം ഇതിലേക്ക് കട്ട് ചെയ്ത് വന്നിരും. ഈ ചിത്രത്തിലെ ചിത്രഭാഗങ്ങളൊന്നും നഷ്ടപ്പെടാതെ, അതായത് ഇതിന്റെ ഈ അപ്പ് ആൻഡ് ഡൗൺസ് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതേ ആകാശം മറ്റേ ചിത്രത്തിന്റെ ആകാശം ഇതിലേക്ക് നമുക്ക് ഇൻസെർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു മാസ്കിംഗ് ബേസ് ചെയ്തുകൊണ്ടാണ് പേസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. ഇവിടെ ലെയർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും.
ഇനി ഈ ചിത്രത്തിന് ആവശ്യാനുസരണം എങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കഴിഞ്ഞാലും നമുക്ക് ഇതിന്റെ ഈ എഡ്ജസിന് ബാധിക്കുന്നതല്ല. കണ്ടോ? ഇതുപോലെയുള്ള സംഗതിയാണ് പേസ്റ്റ്, എന്താ പറയാ, പേസ്റ്റ് ഇൻടു എന്ന് പറയുന്നത്. ഒരു ഓപ്ഷൻ കൂടി ഇതിൻ്റെ ഉണ്ട്, പേസ്റ്റ് ഔട്ട്സൈഡ്. പേസ്റ്റ് ഇൻടു എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സംഗതിയാണ് പേസ്റ്റ് ഔട്ട്സൈഡ്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു സെലക്ഷൻ നിലവിലുള്ള അവസരത്തില് ഈ പേസ്റ്റിംഗ് നടത്തുന്നതിന്റെ പേസ്റ്റിംഗ് ഔട്ട്സൈഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രത്യേക ഭാഗം ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഭാഗത്ത് പേസ്റ്റിംഗ് നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പേസ്റ്റിംഗ് ഔട്ട്സൈഡ്. മാസ്കിങ്ങിന്റെ റിവേഴ്സ് മാസ്കിംഗ് ആണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ആവശ്യാനുസരണം ആ ചിത്രഭാഗങ്ങൾ ചിത്രത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൊക്കേറ്റ് ചെയ്യുക. ഈ ലൊക്കേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ സെലക്ട് ചെയ്ത ഭാഗത്ത് പേസ്റ്റിംഗ് നടന്നിട്ടില്ല, അത് ഒഴിച്ചുള്ള ഭാഗത്താണ് പേസ്റ്റിംഗ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ധാരാളമായിട്ട് പരിശോധിച്ച് നോക്കുക. ഓൾ ദി ബെസ്റ്റ്.